ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ബാക്ക് ടു സ്കൂൾ സീരീസിൻ്റെ വീഡിയോയിൽ 6ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ടും നമ്മുടെ ബാഗ് പാക്കിങ്ങും സ്കൂളിലേക്ക് പോകണതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് പ്രിപ്പറേഷൻ. നിങ്ങളെല്ലാവരും എനിക്കറിയാം ബാഗൊക്കെ സെറ്റ് ചെയ്ത് നല്ല എനർജറ്റിക് ആയിട്ട് സ്കൂളിൽ പോയിരിക്കുകയാണെന്ന്. എന്നാലും എന്തെങ്കിലും ഇതിൽ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഓർമ്മ വന്നാലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബാഗിൽ ഞാൻ ചെറിയൊരു പൗച്ചിൽ സാനിറ്റൈസറും മാസ്കുമാണ് ഇസ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ അസുഖമൊന്നും പുള്ളി പോയിട്ടൊന്നുമില്ല, നമ്മളൊക്കെ മറന്നുപോയി പോലെയാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. പക്ഷേ ഈ ഐറ്റംസൊക്കെ തന്നെ സ്കൂളിൽ നിന്നുള്ള മെസ്സേജിൽ വന്നിട്ടുണ്ട്. മാസ്ക് വെക്കണം, സാനിറ്റൈസർ വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ സ്പെയറായിട്ട് ഒരെണ്ണം ഒരു പൗച്ചിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗിൽ കാര്യം 4 കമ്പാർട്ട്മെൻറ്റ് 4 ഷെൽഫുകളൊക്കെ ഉണ്ടെങ്കിലും ഇത് ആകെ മിക്സ് ആവണമെന്ന് വെച്ചിട്ടാണ് നമ്മളൊരു പൗച്ചിൽ വെച്ചത്. ഇനി നമ്മുടെ പെൻസിൽ ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഷനറി ബോക്സിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും സ്റ്റേഷനറിയൊക്കെ നമുക്ക് വെക്കാം. അപ്പോൾ ഈ ബോക്സ് അവൾ മുൻപ് ഉപയോഗിച്ചിട്ടുള്ള ബോക്സാണ്. അവൾ അതുമ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് അതാണ് ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ എന്തായാലും ഒന്നും പഠിപ്പിക്കാനൊന്നും പോകണമെന്നില്ല. പിന്നെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ഫസ്റ്റ് ഡേക്ക് കുറേ പ്രോഗ്രാംസും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. എന്നാലും നമ്മൾ ബാഗ് പാക്കിങ്ങിൽ ഇതെല്ലാം ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്തൊക്കെ വെക്കുകയാണ്. പിന്നെ അവരും നല്ല എക്സൈറ്റഡ് ആണ്. എല്ലാം ഫസ്റ്റ് ഡേ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാൻ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ അല്ലേ. ആദ്യത്തെ ആഴ്ചയൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഒരു മടിയാവും ചില കുട്ടികൾക്ക് കിട്ടാ, ചിലവർക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി ഒരു റഫ് ബുക്ക് വെച്ചിട്ടുണ്ട്, നമ്മുടെ ബോക്സ് വെച്ചു. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒന്നും ബാഗിൽ നിന്ന് പുറത്തേക്ക് എടുക്കാറില്ല, അതൊക്കെ എപ്പോഴും ബാഗിൽ തന്നെ വെക്കാറ്. പിന്നെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്സും ഒന്നും ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല, ഫസ്റ്റ് ഡേ ഇതൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് കൊണ്ടുപോകണില്ല. ഇവർക്ക് ജൂൺ 2 ബുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് വേണം ബുക്ക് കവറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇത്രയേ വെച്ചിട്ടുള്ളൂ ബാഗിൽ. ഇനി ഈ ഒരു ചെറിയ പൗച്ചുണ്ടല്ലോ, അതിൽ കളേഴ്സാണ് വെക്കുന്നത്, ക്രയോൺസും പെൻസിൽ കളേഴ്സും. അത്ര ആവശ്യം വരാറില്ല ഇസയ്ക്ക്, അവളും 6ാണ്. എന്നാലും ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ചെറിയ ക്ലാസ്സിൽ കുട്ടികൾക്ക് എന്തായാലും ക്രയോൺസൊക്കെ എപ്പോഴും എടുക്കും, അപ്പോൾ അവർക്കത് എന്തായാലും അത്യാവശ്യം. അപ്പോൾ പിന്നെ അവൾക്ക് ആ ഷെൽഫിൽ എന്തെങ്കിലും വെക്കണം, അപ്പോൾ അതുകൊണ്ട് കളേഴ്സൊക്കെ അവൾ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാഗിൽ നമ്മൾ അത്യാവശ്യം വെക്കുന്നത് എന്താണ്, നമ്മുടെ വാട്ടർ ബോട്ടിലും കുടയും കൂടി വെക്കുക. അപ്പോൾ അതിനുള്ള സ്പേസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞു കുട തന്നെ നോക്കിയിട്ട് വാങ്ങിയത്, ബാഗിൽ എപ്പോഴും കൊണ്ട് നടക്കാനൊക്കെ എളുപ്പത്തിന്. അപ്പോൾ ബാഗിൽ അതും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ടിഫിൻ ബോക്സും കാര്യമൊന്നും വെക്കണം അത്. പക്ഷേ അന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ ക്ലാസ് ഉച്ചവരെ ഉള്ളൂ, അപ്പോൾ ടിഫിനും കാര്യമൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാഗ് പാക്കിംഗ് സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്തൊരു ഈസിയാണല്ലേ. ഞാൻ നിങ്ങൾ ഇത്രയും റിക്വസ്റ്റ് ചെയ്തോണം കേട്ടോ ബാഗ് പാക്കിംഗ് വീഡിയോ ചെയ്യണേ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ കാണാൻ ഇഷ്ടമായിരിക്കും അല്ലേ, ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും ബാഗിൽ പാക്ക് ചെയ്തതെന്ന്. ഇനി റോസുവിൻ്റെ ബാഗിൽ സെയിം ഇസ ചെയ്ത പോലെ തന്നെ ഒരു ചെറിയ പൗച്ച് വേറെ വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാനിറ്റൈസറും ഒരു സ്പെയർ മാസ്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ N95 മാസ്ക് ഉണ്ടല്ലോ, അതാണ് നല്ലത് കുട്ടികൾക്ക്, അത് നല്ലതാണ്. അവളൊരു തുണി മാസ്കാണ് സ്പെയർ വെച്ചിരിക്കുന്നത്. ചിലവർക്ക് ഇങ്ങനത്തെ മാസ്ക് വെക്കുമ്പോൾ ഇങ്ങനെ വയർത്ത് കഴിയുമ്പോൾ ഒരു തരം അസ്വസ്ഥത ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ മോൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ തുണി മാസ്ക് വെച്ചത്. പിന്നെ അവളൊരു കുഞ്ഞി പൗച്ച് വെച്ചിരിക്കുക. എന്തിനാണെന്നറിയോ, സ്കൂളിൽ ബർത്ത്ഡേക്കൊക്കെ കുട്ടികൾക്ക് മിഠായി കൊണ്ടുവരുമല്ലോ, അതെടുത്ത് വെക്കാനുള്ള പൗച്ചാന്ന് കൊണ്ട് വെച്ചിരിക്കണതാണ്. കുഞ്ഞൊരു പേഴ്സ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു പൗച്ച് ബാഗിലേക്ക് വെക്കുകയാണ്. പിന്നെ അവളും ഇതുപോലെ തന്നെ ഒരു റഫ് ബുക്കാണ് വെക്കുന്നുള്ളൂ, ജസ്റ്റ് എന്തെങ്കിലും എഴുതിച്ചാലോ എന്ന് വെച്ചിട്ട് റഫ് വയ്ക്കുന്നുണ്ട്. പിന്നെ അവളുടെ ബോക്സ് ഈ പ്രാവശ്യം അവൾ കൊണ്ടുപോകുന്നത്, അവളുടെ ബോക്സ് പുതിയതാണ് കേട്ടോ. ഈ ഒരു ആസ്ട്രോനോട്ടിൻ്റെ പിക്ചറൊക്കെ ഉള്ളൊരു ബോക്സാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവൾക്ക് അത്യാവശ്യം വേണ്ട സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കളയാണ്ടൊക്കെ കൊണ്ടുവന്നോളൂ എന്ന്. എനിക്കറിഞ്ഞുകൂടാ എന്താവും. പക്ഷേ കഴിഞ്ഞ വർഷത്തിൽ തുടക്കത്തിലൊക്കെ കുറേയൊക്കെ കളഞ്ഞെങ്കിലും ലാസ്റ്റ് ആയപ്പോഴേക്കും അവളെല്ലാം കളയാതെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവൾ കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം അവൾ 3 പെൻസിലും റബ്ബറും ഷാർപ്നറും ഒക്കെ സെറ്റാക്കിയിട്ടൊക്കെ പോകണത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ബോക്സും എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാഗിലാകെ വെക്കാനുള്ളത് കളേഴ്സ് വെക്കണം. അപ്പോൾ ആ ചെറിയ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് കളർ വെക്കാൻ പോണത്. കാരണം അതിലൊരു ചെറിയ പൗച്ചുണ്ട്. അപ്പോൾ അവൾക്ക് ക്രയോൺസ് മാത്രമേ കൊടുത്തയക്കുന്നുള്ളൂ, കാരണം സ്കെച്ചും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല. പിന്നെ വാട്ടർ ബോട്ടിലും വെക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ അവൾ കഴിഞ്ഞ വട്ടം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, പക്ഷേ അത് അവൾ താഴ്ത്തിട്ട് അത് ചെളുങ്ങി ഒരു ഇതായി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വട്ടമാണെങ്കിൽ മറന്ന് വെക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും വാട്ടർ ബോട്ടിൽ വെച്ച്, കുട പിന്നെ വലിയ പോപ്പി കുട പോലത്തെ കുടയാണ്, അപ്പോൾ അത് ബാഗിൽ വെക്കാൻ പറ്റില്ല, അപ്പോൾ അത് സെപ്പറേറ്റ് പിടിച്ചിട്ട് കൊണ്ടുപോകണേ. അപ്പോൾ അങ്ങനെ റോസുവിൻ്റെ ബാഗും സെറ്റായിട്ടുണ്ട് കേട്ടോ.
ഇനി ചെയ്യാനുള്ളത് നമ്മൾ യൂണിഫോം ഇടുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ യൂണിഫോമൊക്കെ തലേദിവസം തന്നെ അയൺ ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ കളർ ഡ്രസ്സ് ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളർ ഡ്രസ്സാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണേ. പിന്നെ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഹെയർ ബാൻഡോ എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെക്കുക. അപ്പോൾ ഈ സ്കൂൾ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ റിബൺ, അത് മുടിമ കെട്ടുന്ന ഹെയർ ടൈ, ഹെയർ ബാൻഡൊക്കെ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ളതൊക്കെ വെക്കണം. അല്ലെങ്കിൽ ഷൂ, സോക്സ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ മഴ ടൈം ആയതുകൊണ്ട് തുടക്കത്തെ മാസങ്ങളിൽ നമുക്ക് സാധാരണ ചെരുപ്പിട്ടാൽ മതി, ഷൂസൊന്നും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഫസ്റ്റ് ഡേ കളർ ഡ്രസ്സ് ആയതുകൊണ്ട് നമ്മളത് അതിന് വേണ്ട ഡ്രസ്സും കാര്യമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അതൊക്കെ തലേദിവസം തന്നെ നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തലേ ദിവസത്തെ കുറച്ച് പ്രിപ്പറേഷൻ എന്ന് പറയണത്. ഇനി നമ്മൾ ചെയ്യണത്, നിങ്ങളിതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. രണ്ടാമത്തെ കാര്യം, റുട്ടീൻ ചാർട്ട് മറക്കാതെ തന്നെ ഉണ്ടാക്കി വെക്കുക. അത് ഇനി നാളെ 1-ാം തീയതിയാണ് നമ്മൾ സ്കൂളിൽ പോയി വന്നിട്ട് ഉണ്ടാക്കിയാലും മതി. നേരം ഉണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കിക്കോട്ടെ. അപ്പോൾ അത് നിങ്ങൾ ഇന്ന് തന്നെ റുട്ടീൻ ചാർട്ട് മറക്കാതെ ഉണ്ടാക്കുക. റുട്ടീൻ ചാർട്ട് ഉണ്ടാക്കാത്തവർക്ക് വേണമെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടു നോക്കാം. അതിൽ റുട്ടീൻ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അത് ഇപ്പോഴേ ഫോളോ ചെയ്താലാണ് നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ഈ ഒരു വർഷം മുന്നോട്ട് പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ റൂം നിങ്ങൾ ഒതുക്കിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിൾ, നിങ്ങൾക്ക് റൂം വേണമെന്നൊന്നുമില്ല, ഒരു പഠിക്കാനായിട്ടൊരു ടേബിൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു സ്പേസിലിരുന്ന് പഠിക്കില്ലേ, ആ ഒരു സ്പേസും കൂടി നന്നായിട്ട് ഒതുക്കി വൃത്തിയാക്കി ഓർഗനൈസ് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഈ ആഴ്ചയിലായിരിക്കും ക്ലാസ്സുകൾ കുറച്ച് എടുക്കുള്ളൂ. നെക്സ്റ്റ് വീക്ക് തൊട്ട് കുറേ പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും എല്ലാം സെറ്റായിട്ടുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റഡി സ്പേസും കൂടി നന്നായിട്ട് ഒതുക്കിയെടുക്കാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂം ഉണ്ടല്ലോ, അവിടെയും കൂടി ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. കാരണം നമ്മളിപ്പോൾ ഒരു റൂം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുന്ന് പഠിക്കുന്ന റൂം, ആ ഒരു സ്പേസ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടും ക്ലീൻ ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അവിടെ നിന്ന് പഠിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ആ ഒരു സ്പേസ് വൃത്തിയാക്കാം. 5-ാമത്തെ ടിപ്പ്, നമ്മളൊരു സ്റ്റഡി പ്ലാനർ അല്ലെങ്കിൽ ഒരു ഡയറി നമ്മുടേതായ രീതിയിൽ വെക്കുക. അത് ഈ മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ചാലാണ് പിന്നീട് നമുക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യണതൊക്കെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് നിങ്ങൾക്ക് അതുപോലെ വരച്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ മാസവും നമ്മളൊരു ഡയറി വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ ആ ഒരു ടിപ്പും കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സൗണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, പ്രത്യേകം സോറി പറയുന്നു. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാക്ക് ടു സ്കൂൾ സീരീസ് വീഡിയോസ് ഇത്ര സക്സസ് ആക്കിയ നിങ്ങളെല്ലാവരോടും താങ്ക് യു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക്. എല്ലാവർക്കും ബൈ ബൈ.